ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗത്തെ കൊന്നു. ഭീതിയൊഴിയാതെ പ്രദേശവാസികൾ. പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ മേഖലയിലാണ് വീണ്ടും പുലിയിറങ്ങിയത്. കഴിഞ്ഞ തവണ കിണറിനുള്ളിൽ പുലി കുടുങ്ങിയതും ഇതേ ഗ്രാമത്തിലാണ്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ അർച്ചനയുടെ വീട്ടിലെ 2 വയസ്സ് പ്രായമുള്ള കിടാവിനെയാണ് ചൊവ്വാഴ്ച രാത്രി 12ഓടെ പുലി പിടിച്ചത്. ഞാൻ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പെരുന്തോൽ വാർഡ് മെമ്പറാണ്. ഇന്ന് ഈ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്നൊരു 2 വയസ്സുള്ള പശു കിടാവിനെ, മൂലിക്കിടാവാണ്, അതിനെ പുലി പിടിച്ചിരിക്കുകയാണ്. വളരെ വിഷമം നിറഞ്ഞൊരു സാഹചര്യമാണ്. ഏതാണ്ട് 23 വർഷത്തോളമായി പശുവിനെ തന്നെ വളർത്തിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 5 എണ്ണം ഉണ്ട്, പറക്കുന്നതും കുട്ടികൾ ഉൾപ്പെടെ 5 പശുക്കളുണ്ട്. രാത്രി ഇവിടെ നമ്മുടെ മുറ്റത്ത് തന്നെ കെട്ടിയിരുന്ന പശുവാണ്. രാത്രി ഇങ്ങനെ കരയുന്നത് കേട്ടുകൊണ്ട് ഒരു 12:30യോട് കൂടി നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ ഗ്രൗണ്ടിന്റെ അങ്ങേറ്റത്തോട്ട് എന്തോ ഒരു ബഹളം പോലെ കേട്ട് അങ്ങനെ നോക്കി ചെന്നപ്പോഴാണ് ഈ പശുക്കുട്ടി ഒരു കുട്ടി ചത്ത് കിടക്കുന്നത് കാണുന്നത്. എന്നിട്ട് കുറെ നേരം നമ്മൾ അവിടെ നിന്നെങ്കിലും ഒന്നിനെയും കാണുന്നില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, രാത്രി ആയതുകൊണ്ട് കറണ്ടും ഇല്ലായിരുന്നെങ്കിൽ തിരിച്ച് കയറി പോരുകയോ ചെയ്ത്. വെളുപ്പിനെ ഇറങ്ങി ചെന്ന് നോക്കിയപ്പം അതിനെ വീണ്ടും വലിച്ച് കാട്ടിനകത്ത് കയറ്റി അതിന്റെ കുറെ ഭാഗം തിന്നേക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിലും വെറ്റിനറി സർജനെ അറിയുകയും ചെയ്തു. അവർ വന്നതിന് ശേഷമാണ് പുലിയാണെന്നുള്ളത് സ്ഥിരീകരിച്ചത്. പിന്നീട് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി അതിനെ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വളരെ ഭീതി നിറഞ്ഞൊരു സാഹചര്യമാണ്. ഇത് അത്ര വലിയ വനത്തിനകമല്ല, നമ്മുടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നിടമാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നാണ്. ഇവിടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരുൾപ്പെടെ രാത്രി 11-12 മണി വരെയും ഗ്രൗണ്ടിൽ എപ്പോഴും ഇങ്ങനെ ചെലവഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഇത്രയും ഒരു കുറച്ച് ഭാഗം മാത്രം വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന 4 ഭാഗം റോഡും ആളുകളും താമസിക്കുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു പുലിയുടെ സാന്നിധ്യം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുലി റോഡിന് കുറുക്ക് ചാടുന്ന കണ്ടു, വണ്ടിക്ക് മുന്നേ ചാടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ നമ്മുടെ വീടിന് തൊട്ട് മുന്നിലത്ത് തന്നെ കനാലിൽ ഒരു മ്ലാവ് ചത്ത് കിടന്ന്, അപ്പൊ അതിന്റെയും തലയ്ക്ക് മുറിവുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത്. അതിനി എടുത്ത് സംസ്കരിക്കുക ചെയ്തു. പക്ഷെ അതിനി ഇങ്ങനെ പുലിയുടെ ആക്രമണത്തിലെങ്ങാനും ചാടിയതാണോ എന്ന് അറിയത്തില്ല. ഇപ്പൊ ഒരു സംശയം അങ്ങനെ മുന്നിൽ നിൽക്കുന്നു. ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ 4 എണ്ണം ഇനിയും ഉണ്ട്. ഇവിടെ എങ്ങനെ ഇനിയും ഇതുങ്ങളെ വളർത്തുമെന്ന് എനിക്കറിയില്ല. ഇതിന് ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വന്നത് പരിശോധിച്ചിട്ടുണ്ടപ്പോൾ തന്നെ കാട്ടിനകത്ത് പുലിയുടെ സാന്നിധ്യം പിന്നെയും ഉണ്ടായിരുന്നു. അനക്കമൊക്കെ കേൾക്കുന്നപ്പോഴും പുലി പോകാൻ സാധ്യതയില്ല, അത് അവിടെ കിടക്കുന്നതുകൊണ്ട് പോകാൻ സാധ്യതയില്ലെന്ന് അറിയിച്ചപ്പം വീണ്ടും നമ്മൾ ഇതുങ്ങളെ വളർത്തി ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ഇപ്പൊ എന്റെ വാർഡിൽ തന്നെയാണ് ഒരു മാസത്തിന് മുന്നേ കിണറ്റിനകത്ത് പുലി വീണ് അതിനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോയി. എങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് പോകുന്നത്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ മുന്നേ അറിയിച്ചിട്ടുള്ളതാണ്. അവര് സഹായങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് പുലിക്കൂടി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ അതിനകത്ത് നിയമ നടപടികളൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ സ്ഥാപിക്കാന്ന് പറഞ്ഞു. എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് സ്ഥാപിച്ചിട്ടും അതൊരു ഫലവത്തായ കാര്യമല്ല. പക്ഷെ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവമായ ഒരു സമീപനമാണ് ഉണ്ടായത്. ഇനി നാളെ എന്താവും എന്നുള്ളൊരു ഭീതിയാണ്. വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന കിടാവിനെയാണ് പുലി പിടികൂടിയത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ സമീപത്തെ മൈതാനത്തോട് ചേർന്ന കാട്ടിനുള്ളിലേക്ക് കിടാവിനെ വലിച്ചിഴയ്ക്കുന്നത് കണ്ട് വീട്ടുകാർ അവിടേക്ക് എത്തിയെങ്കിലും ഉള്ളിലേക്ക് കയറാൻ ഭയപ്പെട്ടു. തുടർന്ന് രാവിലെ പരിശോധിക്കുമ്പോഴാണ് കിടാവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പ് അധികൃതരും വെറ്റിനറി ആശുപത്രി ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷമാണ് കിടാവിനെ പിടിച്ചത് പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചത്. വനാതിർത്തി ഗ്രാമമാണെങ്കിലും ഏറെ ജനവാസ മേഖലയുള്ള പ്രദേശം കൂടിയാണിത്. മൈതാനത്ത് രാത്രി ഏറെ വരെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകാറുള്ളതാണ്. പുലിപ്പേടിയിൽ പകൽ സമയങ്ങളിൽ പോലും കുട്ടികളെ പുറത്തിറക്കാൻ രക്ഷിതാക്കളും ഭയക്കുകയാണ്. പ്രദേശത്ത് പുലിക്കൂട് സ്ഥാപിക്കണമെന്നും വന്യമൃഗശല്യം പ്രതിരോധിക്കാനുള്ള ശാശ്വത നടപടി ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.